ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ ഒരു റൊട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരി അരയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ യൂഷ്വൽ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ അരി അരയ്ക്കാനൊക്കെ ഇടും. അപ്പോൾ നമുക്ക് മറ്റ് പണികളുടെ കൂടെ ഇതും കൂടെ അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. ഞാനിവിടെ അരിയും ഉലുവയും കൂടെ തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉഴുന്ന് ഞാനിപ്പോൾ രാവിലെയാണ് ഇങ്ങനെ വെള്ളത്തിലിട്ടത്. അപ്പം ഞാൻ ദോശ റൈസും ഉഴുന്നും കൂടിയാണ് ഇപ്പം ഇഡ്ലിക്കായാലും ദോശയ്ക്കായിട്ടുമുള്ള ഈ ഒരു മാവിൽ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ്? പലരും പല രീതിയിലാണല്ലേ. അരി അവിടെ അരയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ ഉച്ചക്കത്തേനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കിവിടെ തിങ്കളാഴ്ച ദിവസം ബീട്രൂട്ട് തോരൻ, പുളിശ്ശേരി, പിന്നെ എന്തെങ്കിലും മെഴുക്ക് വരട്ടി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോ കറികൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ അരി അരയ്ക്കുന്ന ദിവസം കുറച്ച് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ഞാൻ കുക്ക് ചെയ്യുക. ഞാനിവിടെ കാമെഴുക്കുരട്ടി വെക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഉള്ളി ചതച്ചതും വറ്റൽമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അവിടെ മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ റെഡി ആയപ്പോഴത്തേനും ഇവിടെ അരിയരപ്പും കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ 2 പാത്രത്തിലാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഉപ്പൊക്കെ ചേർത്ത് പിറ്റേ ദിവസത്തേന് ഉപയോഗിക്കും. മറ്റേത് അടുത്ത ആഴ്ചത്തേന് ഉപ്പ് ചേർക്കാതെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരച്ച് വെക്കുന്നത്. അപ്പോൾ 2 ആഴ്ചത്തേനുള്ള ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ എനിക്ക് കുറച്ച് പണിയായിട്ട് തോന്നിയിട്ടുള്ള ഇതിൻ്റെ ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉള്ള ഒരു ഗ്രൈൻഡറിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അതുപോലെ ഈ സ്റ്റൗവൊക്കെ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ഒരു വലിയ ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ കുറച്ച് വിനാഗിരി, വെള്ളം, ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വേഗം തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണമയം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവസാനമായിട്ട് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച ആ തുണികളെല്ലാം ഇങ്ങനെയൊന്ന് പുഴുങ്ങിയെടുക്കും. സോപ്പ് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു അരിമാവിൻ്റെ ആ ഒരു മണം, ഉഴുന്നിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ തുണികളിലൊക്കെ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ ഒരു റൊട്ടീൻ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.